അല്ല, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റില് ഇതിനകത്തുള്ളതല്ലാത്തൊരു ചുക്കും ചുണ്ണാമ്പും ഇവർക്ക് അറിയത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത്. ഇതിനകത്തുള്ളത് സത്യം പറഞ്ഞ ഇവർക്ക് അറിയാവോ? എന്റെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡൗട്ട്. ഇതിനകത്തുള്ളത് അർത്ഥം വെച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും, അതായത് ഇവർ ഈ പറയുന്ന എന്റെ ഭാഷയാണ്, ഇതെന്റെ ഭാഷയാണ്, ഇത് ഞാൻ മാത്രമാണ് റെസ്പോൺസിബിൾ. കാരണം മുഹമ്മദ് മരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം കണ്ട അണ്ടനും അടകോടനും ജമ്മാനും ചെരുപ്പൂത്തി ഒക്കെ എഴുതി വെച്ച, അതായത് വഴിയെ പോകുന്ന ഏത് പട്ടിക്ക് എഴുതി വെക്കാവുന്ന ഒരു സംഭവമായി ഖുറാന്റെ തഫ്സീർ. അപ്പം ആ നിലയ്ക്ക് ഇവർക്ക് എഴുതി വെച്ചതല്ലാത്ത ഖുറാൻ വായിച്ചിട്ട് അതിൽ നിന്ന് കൃത്യമായ അർത്ഥം വെച്ച് മനസ്സിലാക്കി എന്തെങ്കിലും കാര്യം ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ ഇവർ ഇസ്ലാമിൽ നിൽക്കുമായിരുന്നു. എന്താ തോന്നുന്നത്? എനിക്ക് നിൽക്കാൻ കഴിയില്ലെന്നാണ് തോന്നുന്നത്. അത് നമ്മൾ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ അതാണ് ശരി എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവരെടുക്കുന്നത് എന്താ? ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഇവർക്ക് ആവശ്യമുള്ളതാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പുതിയ ഒരു പ്രദേശത്ത് താമസിക്കാൻ പോയാൽ കള്ളുകുടിയനാണെങ്കിൽ ആദ്യം അവന് കള്ളുകുടിക്കാൻ പാകത്തിനുള്ള സുഹൃത്തുക്കളുണ്ടോ എന്ന് നോക്കും. പെണ്ണുപിടിയനാണെങ്കിൽ അവന് അത്രയും സുലഭമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ സ്വഭാവ വൈകല്യമുള്ള ആളുകൾ അതിനനുസരിച്ചിട്ടുള്ള ആളുകളെ കണ്ടെത്തും. ഇനിയിപ്പോൾ എഴുതാനൊക്കെ ഒരല്പം കലാവാസനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാസനകൾ ഉള്ളവരാണെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള സുഹൃത്തുക്കളെ കണ്ടെത്തുന്നത് പോലെ ഇവർക്ക് പെണ്ണുപിടിക്കാനുള്ള വചനങ്ങൾ ഖുർആനിലുണ്ട്. മുസ്ലിങ്ങളെ കൊല്ലാനുള്ള വചനങ്ങൾ ഖുർആനിലുണ്ട്. പൊട്ടിത്തെറിക്കാനും രാജ്യവിരുദ്ധതയ്ക്കും അതുപോലെ നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന് പറയാനും ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്താനും സ്വയംഭോഗത്തിനും പെണ്ണുപിടി 5 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടാൽ പോലും അവൾ ഒരു ഇറച്ചി കഷ്ണമാണ് എന്ന് പറയാനും അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവരെടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സ്വന്തം മകളെ വരെ കെട്ടാം, ഇസ്ലാമിൽ നിയമമുണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അതിനെന്താ കുഴപ്പം എന്ന് പറയുന്നില്ലേ? ഇപ്പൊ ഉമ്മയെ ഭോഗിച്ചാലും കുഴപ്പമില്ല, ഉമ്മയെ കയറി പിടിച്ചു, പെട്ടെന്നൊരു ദുർബല നിമിഷത്തിൽ വ്യഭിചരിച്ചു പോയി, എന്നാലും പടച്ചവൻ അത് പൊറുക്കും. പക്ഷേ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അള്ളാഹുവിന്റെ കഴിവുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വിശ്വസിച്ചാൽ അതാണ് പാപം എന്ന് വിശ്വസിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോ ഇവർക്ക് ആവശ്യമുള്ളത് ഇവരെടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, താങ്കൾ ചോദിച്ച സംശയം, നമ്മളൊരു ബൗദ്ധിക രൂപത്തില് നമ്മൾ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ ഒന്നുകിൽ അവൻ ഒരു തീവ്രവാദിയാകണം, അതല്ലെങ്കിൽ അവൻ ഈ മതം വിട്ട് പുറത്തു പോകണം. ഈ രണ്ടേ ഓപ്ഷൻസേ ഉള്ളൂ. അത് രണ്ടും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു, അവർ തീവ്രവാദിയായി മാറുന്നു. മറ്റുള്ളവർ ചിന്തിക്കുന്നു, ആ ഗ്രന്ഥം തന്നെ ഉപേക്ഷിച്ച് അവരതിൽ നിന്നും പുറത്തു വരുന്നു. ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഇതിനകത്ത്, മറ്റൊരു മാർഗവും ഇവർക്കില്ല. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇപ്പോൾ അമുസ്ലിങ്ങളെ വെറുക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നു. അതെ, സംശയം എന്താ? എന്തുകൊണ്ടാണ്? അവര് ബഹുദൈവ വിശ്വാസികളായതുകൊണ്ടാണ് അവരെ വെറുക്കാൻ പറയുന്നത്. അവരെ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് കാച്ചാൻ പറയുന്നു. അതെ, അള്ളാഹുവിന്റെ വായു, അള്ളാഹുവിന്റെ വെള്ളം, അള്ളാഹുവിന്റെ പ്രപഞ്ചം, ഇതെല്ലാം അവരനുഭവിച്ചിട്ട്, അള്ളാഹു കൊടുത്തതാണല്ലോ അവർക്ക് ഈ ജീവനും സൃഷ്ടിപ്പും ഒക്കെ, ഇതൊക്കെ അനുഭവിച്ചിട്ട് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന ആളുകൾ പിന്നെ ജീവിക്കണ്ട. അതാണ് അവരുടെ പക്ഷം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ ചുരുക്കം പറഞ്ഞ ഇവർക്ക് തൗബയും നിസയും മാത്രമേ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സൂറ 33. എൻ്റെ ഒരു വീക്ഷണത്തിൽ ഇപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം അതേ ആശയം തന്നെയാണ് ജാമിദ ടീച്ചർ മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇപ്പം ഞാനൊരു മറ്റൊരു സംശയം കൂടെ അതിൽ നിന്ന് തന്നെ ചോദിക്കാം. ഈ ഖുറാനിന്നും ഹദീസിന്നും അവർക്ക് വേണ്ടതൊക്കെ അവരെടുക്കുന്നു. ഓക്കെ, ഈ ഖുറാനിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് പൂർത്തീകരണം ഉണ്ടോ? ഖുറാൻ പൂർണ്ണ ഗ്രന്ഥമാണെന്ന് പറയുന്നു, അള്ളാഹു ഇറക്കി കൊടുത്തതാണെന്ന് പറയുന്നു, മാറ്റമില്ലാത്തതാണെന്ന് പറയുന്നു. പക്ഷെ നിസ്കരിക്കേണ്ടത് എത്ര നേരമാണെന്നില്ല, വ്യഭിചാരി എന്ത് ചെയ്യണമെന്നില്ല, ഒരുവനെ ഒരു സ്ത്രീ സഹോദരനാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നില്ല. അപ്പൊ ഈ വക കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലാതിരിക്കെ, മിക്ക ഫർളുകളും ഇല്ലാതിരിക്കെ, മിക്ക സുന്നത്തുകളും സുന്നകളും ഇല്ലാതിരിക്കെ, ഇതെങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഒരു മതഗ്രന്ഥമാകുന്നത്, അല്ലെങ്കിൽ ഒരു മതബോധന ഗ്രന്ഥമാകുന്നത്? ഒരു കൊലവിളി നടത്തുന്ന പുസ്തകം അല്ലെങ്കിൽ കലാപഗ്രന്ഥമായിട്ട് മാത്രമല്ലേ ഇതിനെ കാണാൻ കഴിയുന്നുള്ളൂ? അങ്ങനെ വരുമ്പോൾ
നമ്മുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പൊ ഖുർആൻ മാത്രം കൊണ്ട് ഇസ്ലാം പൂർത്തിയാകും എന്ന് ഒരു ഇസ്ലാം മതവിശ്വാസിക്കും പറയാൻ കഴിയില്ലല്ലോ. ഇതിനിപ്പം ഹദീസ്, ഖുർആനും ഹദീസും കൊണ്ട് പറ്റുമോ? ഇല്ല. കർമ്മശാസ്ത്ര ഗ്രന്ഥവും കൂടി വേണം. അതുമാത്രം കൊണ്ട് പറ്റുമോ? ഇല്ല. ചില വിഷയങ്ങളിൽ അഭിപ്രായങ്ങളെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇജ്മാ വേണ്ടിവരും, പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം വേണ്ടിവരും. ഇനി അഭിപ്രായം ഇല്ലാത്ത വിഷയങ്ങളില്ലേ? ഉണ്ട്. അപ്പോൾ താരതമ്യം ചെയ്ത് അവലംബിച്ചൊരു മതവിധി പറയണം, ഖിയാസ്. ഇങ്ങനെ കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്ത രൂപത്തിലുള്ള ഗ്രന്ഥങ്ങൾ, അത്രയും വ്യാഖ്യാനങ്ങൾ ഇതിനകത്ത് അനിവാര്യമാണ്. ഇപ്പോൾ ഒരു ഹദീസ് ഉണ്ട്, സക്കാത്തിന്റെ വിഷയങ്ങളിൽ പ്രവാചകന് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകൻ മരണപ്പെട്ടത്. ഏതൊക്കെ ഇനങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. ട്രാൻസിന്റെ മതവിധി ഖുർആനിലോ ഹദീസിലോ ഇജ്മാഇലോ ഖിയാസിലോ ഇല്ല. അപ്പോ ഖുർആൻ കൊണ്ട് മാത്രവും പറ്റില്ല, ഖുർആനും ഹദീസ് കൊണ്ട് മാത്രം പറ്റില്ല, ഖുർആനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥവും കൊണ്ട് പറ്റില്ല, ഖുർആനും ഹദീസും പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായവും കൊണ്ട് പറ്റില്ല, ഖുർആനും ഹദീസും കർമ്മശാസ്ത്രവും പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായവും ഖിയാസ് അവലംബം ഇതുകൊണ്ട് പറ്റുമോ? ഇല്ല. ചുരുക്കത്തില് ഈ ഒരു പുസ്തകം കാരണം ലോകത്ത് സകലമാന ജീവജാലങ്ങളുടെയും സമാധാനം നഷ്ടപ്പെട്ടു. അവരുടെ ഒക്കെ സ്വൈര ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കാനേ ഈ ഗ്രന്ഥം ഉപകരിച്ചിട്ടുള്ളൂ. അതായത് ഞാൻ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാല്, ഈ ഗ്രന്ഥം കാരണം ലോകത്ത് ഒരിടത്തും മുസ്ലിങ്ങൾക്കും സമാധാനമില്ല, അമുസ്ലിങ്ങൾക്കും സമാധാനമില്ല. ഇസ്ലാം, തീവ്രവാദം എന്തുകൊണ്ടാണ് ലോകത്ത് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് എല്ലാ കാലഘട്ടത്തിലും? ഏത് സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലായിരുന്നാലും ശരി, ഇത് രണ്ടും ഇന്ന് ആളുകൾ ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതൊരു മതത്തിന്റെയും അനുയായികളില് ചെറിയ ഒരു വിഭാഗം ആളുകൾ തെറ്റായ പ്രവണതകളിലേക്കോ തീവ്രവാദത്തിലേക്കോ തിരിയുകയാണെങ്കിൽ പോലും അത് മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെയോ വിശ്വാസങ്ങളുടെയോ മാത്രം ഫലമാണ്, അതോ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമാണോ? അതും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ഒരു കാര്യം പറയാൻ. ഇപ്പോ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാള് സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറായാൽ ക്രിസ്ത്യാനികൾ മൊത്തം അയാൾക്കെതിരാകും. അയാൾ ചെയ്തത് ശരിയാണ് എന്ന് ആരും പറയില്ല. ഒരു ഹൈന്ദവ തീവ്രവാദി മറ്റുള്ള അഹിന്ദുക്കളെ കൊല്ലണം എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചാൽ ആദ്യം അവർക്കെതിരെ രംഗത്ത് വരുന്നത് ഹിന്ദുക്കളായിരിക്കും. പക്ഷെ അതിൽ നിന്നും വിഭിന്നമാണ് ഇസ്ലാം മതവിശ്വാസിയുടെ കാര്യം. അവര് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ, അതല്ലെങ്കിൽ അവരുടെ ആഘോഷ സന്ദർഭങ്ങളിലൊക്കെ ഇവരെ പോയി കേറുവാണ് പൊട്ടിത്തെറിക്കാൻ. ഇസ്ലാം മതവിശ്വാസികളാകുന്ന മറ്റുള്ള ആളുകൾക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ ചെയ്യുന്നത് ഖുർആനിക നിയമമാണ്. ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴാണ് നമ്മൾ ആ ഗ്രന്ഥം എടുത്തുകൊണ്ട് വരുന്നത്. ഈ ഗ്രന്ഥത്തിന്റെ ഉൽപ്പന്നമാണല്ലോ ഇദ്ദേഹത്തിന്റെ തീവ്രവാദം. അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദവും ഇസ്ലാമിക ഭീകരതയും വളർന്നു വരുന്നതിന് പിന്നിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാത്രമല്ല കാരണം, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുമല്ല കാരണം, അധികാരത്തിന്റെ വടംവലികൾ ഉണ്ട് ഒരു ഭാഗത്തില്ലെന്നല്ല. പക്ഷേ വിദേശ ഇടപെടലുകൾ ഉണ്ട്, അതിന്റെ സ്വാധീനമുണ്ട്, പണം ഒരു ഘടകമാണ്. എല്ലാത്തിനും അപ്പുറം ഒരു കിതാബാണ് പ്രശ്നം. മനുഷ്യന്റെ സമാധാനം കാർന്നു തിന്നുന്ന, ലോകത്തൊരു മനുഷ്യനെയും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാതെ ചെന്ന് കേറിക്കൊടറാ, കൊല്ലടാ, കൊല്ലപ്പെടറാ, നിനക്ക് ഞാൻ പാപമോചനം തരാം, നിനക്ക് ഞാൻ സ്വർഗം തരാം എന്ന് പറയുന്ന ഒരാശയം ഒരു കിതാബിൽ ഉണ്ടെങ്കിൽ, ഒരു കയ്യിൽ കിതാബും മറുകൈയിൽ ആയുധവും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആരാന്റെ പിരടിക്കും നേരെ കാച്ചാൻ ഒരുങ്ങുന്നെങ്കിൽ ആ പുസ്തകമാണ് വിചാരണ ചെയ്യപ്പെടേണ്ടത്. അതിനിപ്പം ഖുർആൻ മാത്രമല്ല, ഹദീസ് മാത്രമല്ല, ഇതര ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ പോലും. അതായത് ഒരു സമൂഹത്തിലോ മതത്തിലോ ഉണ്ടാകുന്ന ഇത്തരം പ്രവണതകൾ ചൂണ്ടിക്കാണിക്കാൻ ആ മതത്തിനകത്ത് നിന്ന് തന്നെ ആളുകൾ രംഗത്ത് വന്നാൽ ഒരു കുഴപ്പമില്ല, ബാക്കിയുള്ളവർക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാം. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരതയെ തുറന്നു കാണിക്കാനായിരുന്നില്ല അന്നത്തെ ജുമുഅ പള്ളികളിലൊക്കെ ഉസ്താദുമാര് ശ്രമിച്ചത്. അവര് ചെയ്യുന്ന രാജ്യവിരുദ്ധതകളെ തുറന്നു കാണിക്കാനായിരുന്നില്ല, മറിച്ച് അവർ 5 നേരം നമസ്കരിക്കുന്ന മുസ്ലിങ്ങളല്ലേ, അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത്.
അപ്പോ സമൂഹത്തെ ബാധിക്കുന്ന, രാജ്യത്തെ ബാധിക്കുന്ന, മറ്റുള്ള ഓരോ വ്യക്തികളെയും ബാധിക്കുന്ന തിന്മകൾക്ക് ഇവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. കാരണം ഇത് ഖുർആനാണ്. അതാണ് നമ്മൾ തുടങ്ങി വെച്ച വിഷയം. എല്ലാ സ്ത്രീകളും ഒരു ലൈംഗിക വസ്തുവാണ് എന്ന് എം അക്ബർ സകലമാന സ്ത്രീകളെ, മുസ്ലിം സ്ത്രീ എന്നല്ല പറഞ്ഞത്, മുഴുവൻ സ്ത്രീകളെയും അങ്ങനെ അടച്ചാക്ഷേപിക്കുമ്പോൾ അത് സ്ത്രീ വിരുദ്ധതയാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി രംഗത്ത് വന്നില്ല. അതാ പറയുന്നത്, ഇവരിൽ ആരും ഒരിക്കലും സ്വയം വിമർശനങ്ങൾക്ക് വിധേയമാകില്ല. ഇസ്ലാം മതവിശ്വാസികൾ എന്ത് തെറ്റ് ചെയ്താലും ഇവരതിനെ ന്യായീകരിക്കും. അപ്പോൾ എന്നിട്ട് ഇവർ പറയും, ഒരാൾ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രത്യേക സമൂഹത്തെ മുഴുവൻ ഒറ്റപ്പെടുത്തരുത് എന്ന്, അവരെ എല്ലാവരെയും തെറ്റായിട്ട് ചിത്രീകരിക്കരുതെന്ന്. ഇവരുടെ മൗനമാണ് മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. തീവ്രവാദവും ഭീകരതയും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനോ സമൂഹത്തിനോ മാത്രം ബാധകമായ ഒന്നല്ല എന്ന് പറയുന്നവർ ഖുർആനിനകത്തെ തീവ്രവാദം കണ്ടില്ലെന്ന് നടിക്കുന്നു. അതായത് മറ്റൊരു കാഫിർ അവൻ ഇസ്ലാം മത വിശ്വാസിയാകുന്നതു വരെ, അവൻ ഇസ്ലാം സ്വീകരിക്കുന്നതു വരെ, നബിയെയും അള്ളാഹുവിനെയും അംഗീകരിക്കുന്നതു വരെ അവനോട് യുദ്ധം ചെയ്യണം എന്ന് പറയുമ്പോൾ അത് മാനവരാശിയെ മുഴുവനും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആ കിതാബ് പഠിച്ചാൽ ഒന്നുകിൽ അവൻ ലക്ഷണമൊത്ത ഒരു തീവ്രവാദിയായി ചിതറിത്തെറിക്കാൻ പാകത്തിലുള്ള ഒരു സ്ഫോടക വസ്തുവായി മാറും. അതല്ലെങ്കിൽ എന്നെപ്പോലെ ആ മതം ഉപേക്ഷിക്കുകയും ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ആ മതത്തിന്റെ മാനവരാഹിത്യങ്ങളെ നിർഭയത്വത്തോടുകൂടി തുറന്നു പറയുകയും ചെയ്യും. ടീച്ചറെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് ഓക്കെ ഞാൻ യോജിക്കുന്നു. ഇപ്പൊ എം അക്ബർ പറഞ്ഞതിനകത്ത് ഒത്തിരി സ്ത്രീ വിരുദ്ധതയുണ്ട്. ഇവരുടെ പണ്ഡിതന്മാർ മുഴുവൻ നടത്തുന്ന എല്ലാവിധ മറ്റേ വയലു പ്രസംഗങ്ങളിലും വളരെയധികം സ്ത്രീ വിരുദ്ധതയും വളരെ സ്ത്രീകൾക്ക് വളരെ ദോഷകരമായ കാര്യവും പബ്ലിക്കിലാണ് ഇത് പറയുന്നത്. ഇത് ഇവരുടെ ഒരു മോസ്കിനകത്തോ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് റൂമിലോ, ഇതിപ്പോ യൂട്യൂബിൽ വിട്ടാൽ പോലും ഇത് പറയുന്നത് പബ്ലിക് മൈതാനങ്ങളിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ ഇത്രയും പബ്ലിക്കായിട്ട് സ്ത്രീ വിരുദ്ധത പറയുമ്പോൾ മറ്റെല്ലാ കാര്യത്തിനും കൊടപിടിച്ചിറങ്ങുന്ന ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ളവർ എന്തുകൊണ്ട് ഇവർക്കെതിരെ ഒരു കേസിന് പോകാൻ? അതും ഇവരെന്നല്ല, ഇപ്പൊ ക്രൈസ്തവ പക്ഷത്തു നിന്നാണെങ്കിലും ഹൈന്ദവ പക്ഷത്തു നിന്നാണെങ്കിലും ഇസ്ലാം പക്ഷത്തു നിന്നാണെങ്കിലും ഏതൊരു കാര്യത്തിനും ചാടിപ്പിടിച്ച് കൊടയും പിടിച്ച് ഇറങ്ങുന്ന ടീമുകൾ എന്തുകൊണ്ട് ഇത്രയും മ്ലേച്ഛമായ കാര്യങ്ങൾ പബ്ലിക്കിൽ നിന്ന് പറയുമ്പോൾ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നിന്റെ ഭർത്താവ് നീ പ്രസവപ്പലകയിൽ കിടക്കുമ്പോൾ പോലും നിന്നോടൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ നീ വഴങ്ങി കൊടുക്കണമെന്ന് പറയുന്നത്ര മ്ലേച്ഛതകൾ വൈകൃതമായ ഒരു സംസ്കാരത്തിൽ ഒരു വൈകൃതൻ, ഒരു മാനസിക വിഭ്രാന്തിയുള്ളവൻ എഴുതി വെച്ചു, സിഹർ ബാധിച്ചവൻ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ പോലും അത് ഇന്ന് നിന്നിട്ട് പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ ഇവരുടെ പണ്ഡിതന്മാർ തുനിയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവർക്കെതിരെ എന്തുകൊണ്ട് ഈ പറയുന്ന ടീമുകൾ ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ കോടതി എന്തുകൊണ്ട് സ്വമേധയാ ഒരു കേസ് എടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ഞങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യത്തിന്റെ ടീച്ചറിന്റെ ഒരു അഭിപ്രായം കൂടെ അറിഞ്ഞാൽ കൊള്ളാം. ഒന്നാമത്തെ കാര്യം, എതിരെ നിൽക്കുന്നത് ഇസ്ലാം ആണെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ ഇവരാരും പ്രതികരിക്കില്ല, എതിർക്കില്ല. ഇതുമാത്രമല്ല, എത്രയോ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ കണ്ടു കഴിഞ്ഞവരാണ് നമ്മൾ. ഇപ്പോ നമ്മുടെ AP കാന്തപുരം പറഞ്ഞത്, ഒരു സ്ത്രീയെ നേതാവാക്കുന്ന ഒരു സമൂഹവും കുണം പിടിക്കത്തില്ലെന്ന് പ്രവാചകൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ശരിയാണ്, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയെ നേതാവാക്കുന്ന ഒരു സമൂഹവും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ പ്രസവപ്പലകയിൽ അവള് പ്രസവം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ പോലും ഭർത്താവിന് വഴങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ ഒരു മാംസകഷ്ണമാണെന്നും ഒരു ഭോഗവസ്തുവാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നുമെതിരെ ഒരാളും രംഗത്ത് വരില്ല. കാരണം മുസ്ലിങ്ങളെ ശത്രുക്കളാക്കിയിട്ട് അവർക്ക് വല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ക്രിസ്ത്യൻ മതം വിമർശിക്കപ്പെടുന്നില്ലേ? ഹിന്ദു മതം വിമർശിക്കപ്പെടുന്നില്ലേ? ഇസ്ലാം മതം വിമർശിക്കപ്പെടുന്നില്ലേ? മറ്റു മതങ്ങളിലെ വിമർശനങ്ങളെ അവർ സഹിഷ്ണുതയോടുകൂടി കാണുകയും അതിന് സഭ്യമായും ക്ഷമയോടുകൂടിയും പഠനാർഹമായ രൂപത്തിലുള്ള മറുപടികൾ നൽകുമ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ ആദ്യം ആയുധമാണ് എടുക്കുന്നത്. ഒന്നും വേണ്ട, നമ്മുടെ ചാറ്റ് ബോക്സിൽ നോക്കുക, ഒരു ഡോക്ടർ എന്ന് പേരുള്ള ഒരാളാണ്.
അപ്പോ ഒരു മുഹമ്മദീയന് ഇങ്ങനെ തറയാകാനേ പറ്റൂ. കാരണം അവർ ഈ ഖുർആനും ഹദീസും പിൻപറ്റുന്നവരാണ്. അപ്പൊ അവർക്ക് അവരുടെ ഉമ്മയോടാണ് ആദ്യം അവരുടെ സംസ്കാരം തുടങ്ങുന്നത്. മുല കുടിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ ഉമ്മയെ ഒരു ഭോഗവസ്തുവായി കണ്ടു വളരുന്ന ഒരു കുട്ടി പഠിച്ച് ഡോക്ടറായാലും എഞ്ചിനീയറായാലും കളക്ടറായിരുന്നാലും ശരി, അവരിൽ ഈ രൂപത്തിലുള്ള ഒരു സംസ്കാരമേ വളർന്നു വരൂ. അതിനെ എതിർകക്ഷികൾ ഭയപ്പാടോടുകൂടി കാണുന്നു. ഇപ്പോ മുമ്പ് നമ്മുടെ കാനഡ അമ്മായി ഒരു പരാമർശം നടത്തിയിരുന്നു, ദേവദാസി. അവർ പറഞ്ഞത്, ഈ പ്രസവപ്പലകയിൽ പ്രസവിക്കാൻ നിൽക്കുന്ന സ്ത്രീയും ഭർത്താവിന് വഴങ്ങിക്കൊടുക്കണം എന്ന് പറയുന്ന പരാമർശത്തെക്കുറിച്ച് അവർ പറഞ്ഞു, ഒരു തട്ടമിട്ട നാറി വന്ന് പറഞ്ഞത് കണ്ടോന്നൊരു ആവേശത്തിൽ അവൾ പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് സബ്സ്ക്രൈബേഴ്സിൽ നിന്നും പൊഴിഞ്ഞു പോയത്. പിന്നീട് സബ്സ്ക്രൈബേഴ്സ് തന്നെ അവൾ ഹൈഡ് ചെയ്തു വെച്ചു, കാണാതിരിക്കാൻ. അന്ന് മുതൽ ഇന്നുവരെ ക്ഷമയാചിച്ച് അവരുടെ ചെരുപ്പ് നക്കുന്ന രൂപത്തിലുള്ള വീഡിയോസാണ് കക്ഷിയിടുന്നതെല്ലാം. അപ്പോൾ പിന്നീട് ഭീഷണികളായി. ആദ്യം തന്നെ അലിയാർ കാസ്മി വന്ന് അവരെ വേശ്യ അഥവാ ദേവദാസി എന്നാണ് അഭിസംബോധന ചെയ്തത്. അവരുടെ ശരീരം മുഴുവനും എന്താണ് ലൈംഗിക അവയവമാണോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു അദ്ദേഹം വന്നിട്ട് മറുപടി പറഞ്ഞത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് തൊട്ടാൽ പൊള്ളും. അതുപോലെ നമ്മുടെ ഷാഹുലീസർ എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നതിന് നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ ഇവർക്കൊക്കെ ഒരു കാര്യം അറിയാം, ഇസ്ലാമിനെ വിമർശിച്ചിട്ട് നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളൊക്കെ നിർഭയത്വത്തോടു കൂടിയാണോ ജീവിക്കുന്നത്? അല്ല. ഈ സത്യം തുറന്നു പറയുന്നതിന്റെ പേരിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ ചെറുതല്ല. കുഞ്ഞുങ്ങൾക്ക് നിർഭയത്വം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇനി നമുക്ക് ആ ചോദിച്ച പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ആരെന്തു പറഞ്ഞാലും വലിയ രൂപത്തിൽ വിമർശിക്കുകയും വീഡിയോ ചെയ്യുകയും റിയാക്ഷൻസ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇവിടെ മൗനമാണ്. അതായത് ഫെമിനിസ്റ്റ് സംഘടനകളില്ല, അന്തിച്ചർച്ചാ തൊഴിലാളികളില്ല, അഭിപ്രായ പ്രകടനങ്ങളില്ല, തെരുവ് നാടകങ്ങളില്ല, റാപ്പില്ല, റോപ്പില്ല, ഒന്നുമില്ല. ഇവിടെ എത്ര വലിയ സ്ത്രീ വിരുദ്ധതയും പറയാം ഇസ്ലാം മതവിശ്വാസികൾക്ക്. ആരെയും ആക്ഷേപിക്കാം. ഏത് രൂപത്തിലുള്ള പ്രസ്താവനകളെയും പ്രഭാഷണങ്ങളെയും ഒക്കെ ഇസ്ലാം മതവിശ്വാസികൾക്ക് പറയാം. നമ്മുടെ VD സതീശൻ പോലും മൗനിയായിരിക്കും. ഒരു രൂപത്തിലുള്ള വർഗീയതയും അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് മതമാണ് എന്റെ മുഖ്യമെന്ന് പറഞ്ഞ KM ഷാജിയെ തോളിൽ കൈയിടുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഇവിടെ ഫെമിനിസ്റ്റ് പ്രവർത്തകരും മിണ്ടില്ല, പുരോഗമന പ്രസ്ഥാനങ്ങളുണ്ട് വിമർശിക്കില്ല. മതപ്രഭാഷകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇത്തരം സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ, പുരുഷ മേധാവിത്വ നിലപാടുകൾക്കെതിരെ, ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും ഒരു സെക്സ് ടോയ് ആണ് എന്ന് പറഞ്ഞ MM അക്ബറിനെതിരെ ആരും മിണ്ടില്ല. കേരളത്തിൽ നിന്ന് ഒരിക്കലും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങളോ നിലപാടുകളോ പ്രസ്താവനകളോ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇന്നും വരില്ല, നാളെയും വരില്ല. ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക വ്യക്തികളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ പ്രസ്താവനകൾക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരും. മറ്റ് ചിലപ്പോൾ അത്രയധികം തന്നെ ചർച്ച ചെയ്യപ്പെടാതെ പോകുകയും ചെയ്യും. പൊതു ചർച്ചകളിൽ വരാത്ത വിഷയങ്ങളുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ എന്നുള്ള പരിപാടിയിൽ നമ്മുടെ ബാസിൽ പറഞ്ഞത്, മതം വിട്ടാൽ അവനൊരു ഇൻസെസ്റ്റ് ചെയ്യുന്നവനായി മാറുമെന്ന. ഏറ്റവും കൂടുതൽ സ്വന്തം കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെ മദ്രസ അധ്യാപകരായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ മദ്രസ അധ്യാപകരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ 16ഓളം മദ്രസ അധ്യാപകർക്ക് കാഴ്ചവെച്ച ഒരു ഉസ്താദിനെയാണ് കാസർഗോഡ് നിന്ന് പൊക്കിയെടുത്തത്. സ്വന്തം കുഞ്ഞിനെ 4 മാസം വയറ്റിലുണ്ടാക്കി കൊടുത്ത ഉസ്താദിനെയാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് പൊക്കിയത്. ഇവരാരെങ്കിലും പറയുമോ? ഇല്ല. ഇത്തരം ഇരട്ടത്താപ്പുകളും പക്ഷപാതിത്വങ്ങളും ഇതിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും വളരെ ഓപ്പണായിട്ട് തന്നെ നമുക്കിവരെ എടുത്ത് വിമർശിക്കേണ്ടി വരുന്നത്. അതായത് മതപരമായിട്ടുള്ള പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും വരുന്ന സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ ആധുനിക സമൂഹത്തിന്റെ തുല്യത എന്ന ആശയത്തിനെതിരാണ്. സ്ത്രീകളെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ഒരു സ്ത്രീയുടെ വോട്ടിനും ഒരു പുരുഷന്റെ വോട്ടിനും ഈക്വൽ വാല്യൂ കൽപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീ ഒരിക്കലും ഒരു ഭോഗവസ്തുവല്ല എന്ന് പറയാൻ ഇവർക്ക് സാധിക്കില്ല. കാരണം എതിരെ നിൽക്കുന്നവന്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പ്രധാനമാണ്.
വോട്ട് ബാങ്കിങ് പ്രധാനമാണ്. പിന്നെ അവരെ വിമർശിച്ചാൽ പിന്നീട് ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ അതിലേറെ ഭീകരമാണ്. ഇവർക്ക് ആയുധമാണ് ഏറ്റവും പ്രധാനം, ആശയമല്ല. ആശയപരമായി മറുപടി പറയാൻ ഇവർക്ക് സാധിക്കത്തുമില്ല. അതുകൊണ്ട് ഇവര് പഠിച്ച സംസ്കാരം എന്താണോ അതേ ഇവരെടുക്കൂ. പ്രവാചകൻ ആരോടും ആശയപരമായിട്ട് സംവദിച്ചിട്ടില്ല. പ്രവാചകനും ആയുധമാണ് എടുത്തിട്ടുള്ളത്. എതിർ ശബ്ദങ്ങളെ ഉന്മൂലനം ചെയ്യാൻ തന്റെ പൊളിറ്റിക്കൽ പവർ തന്നെയാണ് പ്രവാചകനും ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവർക്കിപ്പോ പെട്ടെന്ന് വന്നിട്ട് നമ്മളെ തല്ലാനും കൊല്ലാനും ഒന്നും പറ്റാത്തത് കൊണ്ട് തെറിവിളികൾ കൊണ്ട് അഭിഷേകം നടത്തുവാണ്. ഇപ്പൊ ഇവര് തെറി വിളിക്കുന്നു. ശരി, നമ്മളിപ്പോ പറയുവാണ് ഇവര് കണ്ടോ നമ്മളെയൊക്കെ തെറി വിളിക്കുന്നുണ്ട്, നമ്മളെ അനാവശ്യം പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴും ഹുസൈൻ സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാര് രംഗത്ത് വരും. അതായത് പ്രവാചകന്റെ സാന്നിധ്യത്തിൽ അബൂബക്കർ പോലും എതിർകക്ഷിയോട് ലാത്തയുടെ ജനനേന്ദ്രിയം നീ പോയി നക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മതത്തെ വാരി അലക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ സഹിക്കാൻ വയ്യാതെ നമ്മുടെ ഇസ്ലാം മത കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ തെറി പറഞ്ഞെന്നിരിക്കും. അതൊന്നും വലിയ കാര്യമാക്കാനില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾക്കും തെണ്ടിത്തരങ്ങൾക്കും എന്റെ മതത്തിൽ തെളിവുണ്ട് എന്നാ പറയുന്നത്. ഇനിയിപ്പോ ആരെങ്കിലും രംഗത്ത് വന്നു എന്നിരിക്കട്ടെ, എം അക്ബർ പറഞ്ഞു എന്റെ ഉമ്മയും സ്ത്രീയാണ്, എന്റെ ഉമ്മയും ഒരു ലൈംഗിക വസ്തുവാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മയെ അപമാനിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നാൽ അവന്റെ കച്ചവടം അവര് പൂട്ടും. അവന്റെ മക്കൾ എവിടെയാണോ പഠിക്കുന്നത് തേടിപ്പിടിച്ചിട്ട് ഭീഷണിപ്പെടുത്തും. ഇനി അവൻ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അവൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവനെ അകപ്പെടുത്തും. ഇങ്ങനെ ഒരുപാട് ചൂഷണങ്ങള് സമൂഹത്തിലുണ്ടാകും. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമല്ലേ ഈ ഇസ്ലാമിക ഭീകരതയെയും ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയെയും ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് പറ്റത്തുള്ളൂ. മറിച്ച് ഇവരെ താലോലിക്കുന്നു, ഇവരെ വളരെ പുഞ്ചിരിയോടുകൂടി ഇവര് കാണിക്കുന്ന സകലമാന ചെറ്റത്തരങ്ങൾക്കും അംഗീകരിച്ചു കൊടുക്കുന്നെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടും. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആകണോ, അത് പറ്റും. സബ്സ്ക്രൈബേഴ്സ് കൂട്ടണോ, അത് പറ്റും. പണം വേണോ, അത് കിട്ടും. അങ്ങനെ സമൂഹത്തിൽ എല്ലാം കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് തുടർന്നാൽ പോരെ എന്നല്ലേ അവർ ചിന്തിക്കൂ.